ഷീജസ് ടെസ്ലാൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. സദ്യ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഈ ഇഞ്ചിക്കറി ഞാൻ തേങ്ങ വറുത്തരച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കണം. അതിനുശേഷം തേങ്ങ വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയിട്ട് വറുത്തെടുക്കാം. കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പൊടികളൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇഞ്ചിയുടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേ പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇഞ്ചി വറുത്തെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയിൽ വേറൊന്നും ചേർക്കണ്ട, കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇനിയുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഓരോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവാപ്പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ മതി, കൂടുതലാവണ്ട, കൈപ്രസം വരും. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ആ ചൂടിലിരുന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം. വറുത്ത് വെച്ച ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. വറുത്ത് വെച്ച തേങ്ങയും മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മൺകലത്തിലാണ് ഇഞ്ചിക്കറി വെക്കാൻ പോകുന്നത്. മൺകലത്തിലോ മൺചട്ടിയിലോ ഒക്കെ വെക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഞ്ചി പൊടിച്ചെടുത്തതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വയ്ക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പുളിയാണ്. ഞാൻ ചേർക്കുന്നത് ഈ പുളിയാണ്, കുടംപുളിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ കഴുകിയെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് തിളച്ച് കുറുകി വരത്തക്കോണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വെച്ച് തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറ്റിച്ചെടുക്കാനിത്. ഇനി ഇത് അടച്ചു വയ്ക്കാം. നന്നായി തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം പിന്നെ അടച്ചു വെക്കരുത്. പിന്നെ ഇത് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ ഇത് കുറുക്കിയെടുക്കണം. എന്നാലേ എണ്ണ തെളിഞ്ഞു വരത്തുള്ളൂ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. എരിവും മധുരവും കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിക്കറി എപ്പോഴും എരിവും മധുരവും കൂടെ മിക്സ് ആയതായിരിക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇഞ്ചിക്കറിക്ക് എപ്പോഴും എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അതാ തേങ്ങയിൽ നിന്നുള്ള എണ്ണയാണ്. വെളിച്ചെണ്ണയുള്ള തേങ്ങ നോക്കിയിട്ട് വേണം ഇഞ്ചിക്കറിക്ക് എടുക്കാൻ എപ്പോഴും. നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ തിളച്ച് കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഞ്ചിക്കറി. തേങ്ങ ചേർക്കാതെയും പുളിയിഞ്ചി വയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ വയ്ക്കുമ്പം തേങ്ങ ചേർത്താണ് എപ്പോഴും വയ്ക്കാറുള്ളത്. നമ്മുടെ തേങ്ങയുടെ ഇഞ്ചിയുടെയും ഒക്കെ അളവനുസരിച്ച് വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ. ഇത് കുറച്ചേ ഉള്ളായതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ചേർത്ത് കൊടുത്തത്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്. മധുരം മുമ്പിൽ നിൽക്കരുത്. എരിവും മധുരം എല്ലാം കൂടെ മിക്സായിട്ട് മാത്രമേ നിൽക്കാവൂ ഇഞ്ചിക്കറിക്ക്. ഇഞ്ചിക്കറിയുടെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഇതേ പാകത്തിന് എടുക്കണം. ഒരുപാട് വെള്ളം ആകരുത്. ഇനി ഇത് ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇത് കുറച്ചൊന്ന് കുറുകി വരും. കണ്ടോ, ഇതാണ് പാകം. ഇനി ഇതിന് കടുക് വറുത്തിടണം. അതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ഇതിൽ വറുത്തിടുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചിടാനകത്ത്. ഇതിലേക്കൊരു മുളക് മുറിച്ചതും കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി നല്ല ഫ്രൈ ആയി കിട്ടണം, പച്ചയായിട്ട്. കാരണം ലാസ്റ്റിൽ നമ്മൾ വറുത്തിടുമല്ലേ, അതുകൊണ്ട് തേങ്ങ നന്നായി മൂപ്പിച്ച് വേണം ഇതിലിടാൻ. ഇനി ഇത് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലർക്കും അറിയാമായിരിക്കും ഇതുപോലെ ചെയ്യാൻ. എന്നാലും അറിയാത്തവർ കാണും. അവരിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.